ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജസ്റ്റ് പൊന്നു ജോക്സ്. അതെ, ഇന്നും കാറിൽ ഇരുന്നുകൊണ്ടാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. അതെ, നമ്മൾ ട്രാവൽ വ്ളോഗാണ്. ട്രാവൽ വ്ളോഗല്ല, സോറി തെറ്റിപ്പോയി. ഇതൊരു ചെറിയ വ്ളോഗാണ്. ഓഫ് ടു എറണാകുളം, കൊച്ചി. അതെ, നമ്മുടെ ഇനി കുറച്ച് നാളുകൾ നിങ്ങൾ ചിലപ്പോൾ സലാല എന്ന് കേൾക്കേണ്ടിയിരിക്കുന്നത് നമ്മുടെ സലാലയിലുള്ള ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്, ഫാമിലി. അപ്പോൾ അവിടെ അവളുണ്ട്, വാവകൾ 2 പേരുണ്ട്. രണ്ടാമത്തെ വാവ ഇപ്പോൾ അടുത്ത് ആയതാണ്, ബാപ്റ്റിസ്റ്റിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ചേട്ടായി വന്നപ്പോൾ പോകാൻ കേട്ടോ. നമ്മുടെ കൂടെ നമ്മൾ 2 പേരും ഇപ്പോൾ ഉണ്ട്, ഒരാളും കൂടി ഉണ്ട്. കഴിഞ്ഞ വ്ളോഗിൽ കണ്ട പോലെ തന്നെ ജോമോൻ. ഈ ജോമോൻ ഒരു കട്ടറുമാവുന്നുണ്ടോ എന്നോട് ജോമാറാണ് നമ്മൾ മറ്റേ പറയില്ലേ, ജോമ എല്ലായിടത്തും ഉണ്ടെന്നേ, അങ്ങനെ പറയണ പോലെ. അപ്പോൾ നമ്മൾ 3 പേരും കൂടി ആട്ടോ പോണത്. അപ്പോൾ പോണ വഴിക്ക് വാവയ്ക്കൊരു ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓൾറെഡി ഇത്തിരി ലേറ്റ് ആയി, എന്നാലും കുഴപ്പമില്ല. ഉച്ചയാകുമ്പോഴേക്ക് എത്തിയാൽ മതി. അവൾ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെന്നിട്ട് കാണാം. അവൾ അടിപൊളിയായിട്ട് കുക്ക് ചെയ്തിട്ട് ഭയങ്കര സോറി ഓക്കെ ചേട്ടായി ഇപ്പോൾ പറയാറുണ്ട് പ്രൊഫഷണൽ കുക്കാന്നൊക്കെ അല്ലേ. സമൂസയൊക്കെ ഉണ്ടാക്കട്ടെ, എഗ്ഗൊക്കെ വെച്ചിട്ട്. പിന്നെ കുറേ വെറൈറ്റി കഴിച്ചിട്ടുണ്ട്, നല്ല അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ടുള്ളത് അത് കാണിച്ചു തരാം. പിന്നെ ഭാവിക്ക് ഡ്രസ്സ് ഇടണം, അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മൾ ചാലക്കുടി വഴിക്കാണ് പോകുന്നത്. ചാലക്കുടിയിൽ ഏതെങ്കിലും ഷോപ്പിൽ കയറി ഡ്രസ്സ് മേടിക്കണം. അങ്ങനെ പിന്നെ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടാണ് പോയിട്ട് ടാറ്റാ ഇനി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ കല്യാണിലെത്തി. കല്യാണിൻ്റെ അങ്ങനെ കുറേ സോർട്ട് ചെയ്ത് അവസാനം നമ്മൾ ഏതെടുക്കും. ഞാനിപ്പോൾ അങ്ങനെ നോക്കണ്ട ഭാവിയിലേക്ക് ഇതിലൂടെ വലുതായി കഴിയുമ്പോഴാണ് ഇത് ഓക്കെയാണ്, ഇഷ്ടമായി, നല്ല ക്യൂട്ടാണ്. ഒരു ബീച്ച് വൈബൊക്കെ ഇങ്ങനെയൊക്കെ. പക്ഷേ ഇത് കറക്റ്റ് ആയിരിക്കും, കണ്ടോ, കറക്റ്റ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും നമുക്ക് ബനിയൻ ടീഷർട്ട് വേണമെങ്കിൽ മാറ്റി മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത്തിരി വലുതായിരിക്കും, പക്ഷെ പിന്നീട് ഉപയോഗിക്കാം. എന്തായാലും നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കുറിച്ച് പറഞ്ഞല്ലോ, ഇന്ധനം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടിക്ക് ഇന്ധനം നിറച്ചു, നമുക്കും ചെറുതായിട്ട് കട്ട്ലൈറ്റ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ജോമോനും കയറിയിട്ടുണ്ട്. ഇഷ്ടമല്ലേ? അല്ലേ, ഒരാൾ ഭയങ്കര ബിസിയാ, ഞാൻ പറയണത് കേൾക്കണ പോലില്ല. ഓക്കെ, ഇനി അവിടെ എത്തിയിട്ട് വേണം. ചേട്ടാ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം അടിപൊളിയാട്ടോ, എനിക്ക് ഇഷ്ടമായി. അത് എനിക്ക് ഇങ്ങനെ ഇത്രയും തോന്നാൻ കാരണം ഞാൻ ഫസ്റ്റ് ടൈം വരുന്നുണ്ടായിരിക്കും കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. സ്ഥലം കൊള്ളാം, എത്താറായിട്ടില്ല, ആയിക്കൊണ്ടിരിക്കണുള്ളൂ. കുറച്ചുകൂടി ടൈം എടുക്കും, 15 മിനിറ്റ് കൂടി എടുക്കും. അടിപൊളിയാണ്. ഇത് പഴയ പാലാണ്. കപ്പൽ വരുമ്പോൾ അതെങ്ങനെ ഓക്കെ ഓക്കെ കാണാത്തവർക്കായിട്ട് നമ്മുടെ വീഡിയോ കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നത്. എന്നെ പോലെ ഉള്ളവരുണ്ടെങ്കിൽ കാണും, ആസ്വദിക്കുക. നമ്മളവിടെ എത്തിയിട്ടില്ല, പക്ഷേ എനിക്ക് എക്സൈറ്റ്മെന്റ് വരുന്നത്, ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, നേരിട്ട് കാണുന്നത്. ഈ റൂട്ട് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ കാണുന്നവർക്ക് എത്ര പേർക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കണ കായൽ. കിട്ടണത് മനസ്സിലാവണോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മനസ്സിലാവണോ? ഓക്കെ, കൊള്ളാം. ഈ വ്യൂ എന്നെ ഇത് ഉറങ്ങി ഒരു മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയായിരുന്നു, പക്ഷെ ഇതൊക്കെ കണ്ടപ്പോൾ എങ്ങനെ നമുക്ക് ഉറങ്ങാൻ തോന്നും കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ ഫോണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, എൻജോയ് ചെയ്യട്ടെ. നിങ്ങൾ കണ്ടില്ലേ, അടിപൊളിയല്ലേ? കാണിക്കാൻ പറ്റുള്ളൂ ചേട്ടാ. നമ്മളെത്താറായി. ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ട് 1 വർഷത്തിന് മേലെ. അപ്പോൾ ബാപ്റ്റിസ്റ്റിനെ വിളിച്ചിട്ടെങ്കിൽ വരാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അവളെ കാണാൻ പറ്റണേന്. അവളെ കാണണം, വാവനെ കാണണം, ഷിയോണെ തന്നെ മൂത്ത വാവനെയും കാണണം. അപ്പോൾ അങ്ങനെ വെയിറ്റ് ഇവിടെ എൻ്റെ ആവാൻ പോവാണ്. എക്സൈറ്റഡ്. വീട്ടിലെത്തി. ഇവിടെ കണ്ട്, അല്ല വീട് കാണില്ല, വാവനെ കണ്ട് ഉറങ്ങായിരുന്നോ. എൻ്റെ സൗണ്ട് ഇത്തിരി പതുക്കെ ചെയ്തുകൊണ്ട് വേഗം നീറ്റ്. നമ്മൾ കണ്ടടാ, എത്ര നാളായി. എന്നെ മനസ്സിലായില്ലേ? പപ്പനെ
വ്ളോഗ് കണ്ടോ കണ്ടോ. അയ്യോ ഒരു കാര്യം പറയാൻ മറന്നേ, ഈ വാവ അത്യാവശ്യം വൈറലായിട്ടുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റയിൽ ഞാൻ അതിവിടെ താഴെ കൊടുക്കാട്ടോ ഇവരുടെ അക്കൗണ്ട് വാവയുടെ മാമോദിസയ്ക്ക് ഫുൾ ചിരിയായിരുന്നു. സാധാരണ അത് കമൻസ് ഒക്കെ ഉണ്ടായിരുന്നേ, എല്ലാ വാവകളും ഒന്നിലേക്ക് അറിയാം അല്ലെങ്കിൽ ഉറങ്ങാൻ ചെയ്യാറ്. ഇവള് നല്ല ചിരിച്ച് ഹാപ്പി ആയിട്ട് അച്ഛനൊക്കെ നോക്കി ചിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര റീച്ച് ഉണ്ടായിരുന്നു ആ വീഡിയോക്ക്. അത് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാട്ടോ, അല്ലെങ്കിൽ സൈഡിൽ കാണിക്കാട്ടോ വീഡിയോ. അല്ലേ അല്ലേ ഞങ്ങൾ ഹാപ്പി ആയിട്ടില്ലേ. നമ്മതേ വന്ന് വെള്ളമൊക്കെ കുടിച്ച് സെറ്റായി, വാവയുടെ അടുത്ത് കളിപ്പിച്ചു. വെയിറ്റ് ഓവറായി. അനീഷയ്ക്ക് എന്താ പറയാനുള്ള ഈ സന്ദർഭത്തിൽ? ഷിയോണ് ഇവിടെ മിഠായി കഴിച്ചു തുടങ്ങി. അനീഷ് പറ, അനു പറ, ഞങ്ങൾ വന്നിട്ട് നിനക്ക് എന്താ തോന്നുന്നത്? വൺ ഇയർക്ക് മേലെ മീറ്റ് ചെയ്തിട്ട് മീറ്റ് ചെയ്യണതിന് മുമ്പ് ഒരു പീസ് ഉണ്ടായിരുന്നു കയ്യില്. ഇത് മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ രണ്ടായി, ഒരു പീസ് കൂടി ആയി. ഓ കൊച്ചിനെയാണ് അവള് പറയണത്, ഇത്രയ്ക്ക് ബിൽഡപ്പ് കൊടുത്ത്. ഓക്കെ, പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം. അവനെ കാണാൻ പറ്റി, നിങ്ങളെ കാണാൻ പറ്റി, നമുക്ക് വരാൻ പറ്റിയിട്ട് ഇത്രയും ദിവസം. ചേട്ടായി വരേണ്ടി വന്നു വരാനായിട്ട്. അനീഷ പറ്റി വന്നപ്പോ എല്ലാരും കൂടി വണ്ടി വിളിച്ചു വന്ന്, അല്ലെങ്കിൽ ഒരാളെ വിളിച്ചിട്ടുണ്ടാവുള്ളൂ, ഇപ്പൊ എല്ലാരും കൂടി വണ്ടി വിളിച്ചു വന്നു എന്നൊക്കെ. അപ്പൊ ഇനി നമ്മള് ഫുഡ് കഴിക്കാൻ പോണേ. അയ്യോ അട് വാവച്ചി, വാവച്ചി വാവച്ചി, ഇതാണ്ട് വാവച്ചി നോക്കണില്ല കേട്ടോ. ഓക്കെ, ഇനി പിന്നെ നമ്മുടെ ആള്, അയ്യോ അത് വീഡിയോയിലാണ്. വെൽക്കം ടു സ്ഥലം എവിടെയാടാ? ചെല്ലാനം. അവിടെ പപ്പേനെ വിളിച്ച് സംസാരിക്കലേട്ടോ. അങ്ങനെയല്ല, നീ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡിന്റെ മെനു ഇത് ബാക്ക് ക്യാമറ ആക്കാൻ പറ്റില്ല. മീൻകറി, പിന്നെ ഇത് മാങ്ങത്തിന്റെ ചെറു സ്പെഷ്യലാണ്. പിന്നെ ഇവരുടെ മെയിൻ ചെമ്മീൻ റോസ്റ്റ്, പിന്നെ ചിക്കൻ ഫ്രൈ, മീൻ തലക്കറി എന്ന് പറഞ്ഞല്ലേ. ജോമ തട്ടി തുടങ്ങി. എന്താണ് ജോമ ഒന്ന് വെയിറ്റ് ചെയ്തൂടെ? പിന്നെ നിന്റെ വ്ളോഗൊക്കെയാണ് ഉദ്ദേശിക്കണേ. ഓക്കെ, ഞാനും ഫുഡ് കഴിക്കാൻ പോകാൻ കേട്ടോ. ഒരു ഫുൾ ട്രോളാണ് ഗൈസ്. ഷിയോ ഫുഡ് കഴിക്കാം. ഓക്കെ, ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാവേ. നമ്മള് ഫുഡ് കഴിക്കാൻ പോണേ. അപ്പൊ ഗൈസ് നമ്മളിതേ ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് വൈകിട്ടായി. ഇപ്പൊ കുറച്ചേരൊക്കെ സംസാരിച്ചിരുന്ന് ഇനി നമ്മൾ ഇപ്പോഴെങ്കിലും ഇറങ്ങിയാലാണ് ഇനി വീട്ടിലെത്തുള്ളൂ. പക്ഷെ ഇനി നമ്മൾ പോകുന്നത് എവിടെയാ? ഫോർട്ട് കൊച്ചി. ഇവിടെ വരെ വന്നിട്ട് ഫോർട്ട് കൊച്ചി കണ്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ വേഗം ഫോർട്ട് കൊച്ചി പോവാണ്. ഓൾറെഡി ലേറ്റ് ആയി, വേഗം പോട്ടേട്ടോ. എന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ പിന്നെ അവിടെ എത്തിക്കണം. അപ്പൊ നമ്മള് കടലിന്റെ അടുത്തേക്ക് വന്നേക്കാണ്. ഇത് ഫോർട്ട് കൊച്ചി ആണ് കേട്ടോ. ഇത് വലിയ കടല്, ഇഷ്ടംപോലെ ഷിപ്പും ബോട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അവിടുന്ന് വരുന്നുണ്ട് കേട്ടോ. അവിടുന്ന് വരുന്നേക്ക്. പിന്നെ നേരത്തെ നമ്മൾ വന്നപ്പോ ഒരു പായ്ക്കപ്പൽ കണ്ടു കേട്ടോ. അതങ്ങനെ പോവായിരുന്നേ. പിന്നെ ഇങ്ങോട്ടേക്ക് പിന്നെ ഇവിടെ കടകൾ ചുമ്മാ നടക്കാനൊക്കെ ഉണ്ട്. ഒരു ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ നടത്തണം എന്ന് വിചാരിക്കും. ഇവിടെ നമ്മുടെ ഫ്രണ്ട് അനീഷ ഉണ്ടല്ലോ, അവളുടെ ഫോട്ടോഷൂട്ട് ഇവിടെ ആയിരുന്നു. ഇങ്ങനെ കല്ലിൻ്റെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മള് അവിടെ പോയി ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് ചെറുതായിട്ട്. ഇനിയിപ്പോൾ നമ്മളിത് ഇവിടെ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ പോവുകയാണ്. അപ്പുറത്ത് ബജിക്കട ഉണ്ട്, പക്ഷെ അതൊന്നും ചൂടില്ല. അപ്പം എനിക്കെന്തോ ചൂടിലിങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല തിന്നാനായിട്ട്, പിന്നെ ഭയങ്കര കട്ടിയായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ജ്യൂസ് കുടിക്കാൻ. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ കൊള്ളാം. അപ്പൊ ഗൈസ് നമ്മള് ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ വീട്ടിലേക്ക് പോവാണ്. ജങ്കാറ് പറ. ഓക്കെ, ജങ്കാറ് കയറി വൈപ്പിൻ വഴിയാണ് പോണത്. ഞാൻ ഇതുവരെ ജങ്കാറിൽ കയറിയിട്ടില്ല, അതിന്റെ എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. എങ്ങനെയാണ് എക്സ്പീരിയൻസ് കയറിയിട്ടുള്ള? അനീഷ പറയൂ. പെട്ടെന്ന് എത്താം, പേടിയൊന്നുമില്ല, നല്ല രസമായിരിക്കുന്നതാണ് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ജങ്കാറ് കയറിയിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസ് കാണുന്നവരെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ. അവനാണെങ്കിൽ ടാറ്റാ.
ജങ്കാറിനൊക്കെ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ഒക്കെ ആയിരുന്നു. പക്ഷേ അത് നടന്നില്ല. 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ ക്യൂവിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ പിന്നെ നമ്മൾ ജങ്കാറിന് വെയിറ്റ് ചെയ്തില്ല. പിന്നെ ഇത്തവണ ന്യൂ ഇയറിനും ക്രിസ്മസിനായിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആ ട്രീ ഒക്കെ കണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ വീഡിയോസിലും റീൽസിലൊക്കെ കാണുന്ന കുറേ പ്ലേസൊക്കെ കണ്ടു കൊച്ചിയിൽ. അതൊക്കെ കണ്ട് നമ്മൾ പതുക്കെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ടാറ്റ.